അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പരവൂർ, കൊല്ലം, കോയമ്പത്തൂർ, മേട്ടുപ്പാളയം, ഊട്ടി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. യാത്രയാക്കാൻ എൻ്റെ കെട്ടിയോളും മോനും വരുന്നുണ്ട്. കിളവി പോന്നു. 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് സ്വൈര്യമായിട്ട് ഉറങ്ങാം. നമ്മ ശല്യം ചെയ്യൂല. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ നാടായ കൊല്ലം ജില്ലയിലെ പരവൂർ റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ വീട്ടിൽ നിന്ന് പരവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് 2.5 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ്. കാരണം കൊല്ലത്തു നിന്നാണ് ഞാൻ മറ്റ് സ്ഥലത്തേക്ക് പോകുന്നത്. അതായത് മറ്റു സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നിന്ന് കോയമ്പത്തൂർ, കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയം, അങ്ങനെയാണ് ടിക്കറ്റിൻ്റെ ഞാൻ പരവൂരിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ റിസർവേഷൻ എന്നുള്ള ലോക്കലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊല്ലം SM കോളേജിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ട്രെയിനിൽ വരുമ്പോൾ മിക്കപ്പോഴും ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ പഴയകാലം പഠിക്കുന്ന ആ ഒരു ഓർമ്മ വരും. അപ്പം രാവിലെ പുലർച്ചെ നമ്മൾ വരാറുള്ളത് ട്രെയിനിനാണ് വരുന്നത്. അപ്പം ഷഡില് ജയന്തിയൊക്കെയാണ് നമ്മൾ മിക്കപ്പോഴും അത് ഉപയോഗിക്കാറ്. അപ്പം മിക്കവാറും ഈ തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുന്ന ഒരു കാപ്പിൽ ഭാഗത്തോ അവിടെ നമ്മുടെ ബോർഡർ ഭാഗമാണ്. പിന്നെ കൊല്ലം ജില്ലയാണ്. പരൂരിൽ വരുമ്പോഴത്തേക്കും നമ്മളൊരു ബറ്റാലിയൻ തന്നെ അതിനകത്ത് കയറും. ഏതാണ്ട് ട്രെയിനിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഒരു കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയായിരിക്കും പ്രധാന കാര്യം. അപ്പം അന്നത്തെ ഒരു വമ്പൻ ടീം തന്നെ നമ്മളുണ്ടായിരുന്നു. ആ ഒരു ഇങ്ങനെ ഇതിലേക്ക് പോകുമ്പോൾ ആ ഒരു വല്ലാത്തൊരു നൊസ്റ്റടിക്കും ആ ഒരു ഫീലിങ്. അപ്പോൾ നമ്മുടെ കൊല്ലം എത്തുന്നതിന് മുന്നായിട്ട് നല്ലൊരു കിട്ടില്ല ഒരു വളവുണ്ട്. അപ്പൊ ഇനി എത്ര സ്പീഡിൽ പോകണ ട്രെയിനാൽ ഇവിടെ എത്തുമ്പോൾ ഒരുവിധം സ്ലോ ആയിട്ട് വണ്ടി പോകാറുണ്ട്. ഇവിടുത്തെ ഈ ഒരു വളവ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും ഭയങ്കരമായ ഒരു വളവ് തന്നെയാണ്. കാരണം വെച്ചാൽ ഒരു വൃത്താകൃതിയിൽ പോലെയാണ്. അതൊരു വളച്ച് വെച്ചിരിക്കുന്ന അത്രയും രീതിയിലുള്ളൊരു വളവാണ്. കാരണം അതൊരു ഹെലിക്കാമെന്ന് വെച്ചുള്ള ദൃശ്യങ്ങളിലൊക്കെ കാണാൻ പറ്റുമെങ്കിൽ അത്രത്തോളം അതറിയാൻ പറ്റും അതിൻ്റെ ആ വളവിൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ കൊല്ലത്തിൻ്റെ ആ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് വരാൻ പോകുന്നത്. അപ്പം അതിൻ്റെ പണിപ്പുരയും കാര്യങ്ങളിലൊക്കെയാണ് റെയിൽവേയും പരിസരങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ കൊല്ലം പരവൂരിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഞാൻ റിസർവേഷനും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ പരവൂരിൽ നിന്ന് നേരെ കൊല്ലത്തിറങ്ങാം. കൊല്ലത്ത് നിന്ന് നേരെ കോയമ്പത്തൂർക്ക് വണ്ടി ഉണ്ടെന്നാണ് ടിക്കറ്റ് തന്ന പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടുന്ന് കൊല്ലത്തിറങ്ങി അവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയം ഇതെല്ലാം ചേർത്ത് തന്നെയാണ് ഞാൻ ടിക്കറ്റിൻ്റെ കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്ത് എൻക്വയറി സെക്ഷനിൽ ചെന്ന് ചോദിച്ച് കോയമ്പത്തൂരേക്കുള്ള വണ്ടിയാണ്. അപ്പോൾ അതിന് കോയമ്പത്തൂരേക്കുള്ള വണ്ടി ഇപ്പോഴൊന്നും ഇല്ല, ഒരു 9:30 കഴിഞ്ഞാണ് ഉള്ളത്. പിന്നെ ബംഗാളികൾ പോണ ഏതോ വണ്ടിയുണ്ട്, അതിൽ കയറി പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് എന്തായാലും അതിനകത്ത് പോകാൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. ഞാൻ അപ്പോഴേ നേരെ റെയിൽവേ സ്റ്റേഷന് പുറത്ത് വന്ന് നേരെ ചിന്നക്കടയ്ക്ക് പ്രൈവറ്റ് ബസ്സിൽ കയറി. അവിടുന്ന് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു റൗണ്ട് ഭാഗത്ത് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് തൃശ്ശൂരേക്ക് വണ്ടി കിട്ടി. അതിൽ ചാടി കയറി നേരെ തൃശ്ശൂരേക്ക് വിട്ട്. അപ്പം ഇടയ്ക്ക് വെച്ച് ഫുഡ് കഴിക്കാൻ KSRTC ബസ് അവരുടെ ആ രീതിയിലുള്ള ഒരു ഹോട്ടലിൽ നിർത്തി. അവിടെ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡും കഴിച്ച് നേരെ ബസ്സിൽ കയറിയപ്പോൾ നമ്മുടെ ഈ ഉത്സവ ടൈമിൻ്റെ ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വളയും മാലയും കമ്മലൊക്കെ വയ്ക്കുന്ന ആ ഒരു തമിഴ്നാട് ആ ഒരു പ്രദേശങ്ങളിൽ വന്ന ആൾക്കാരുണ്ടായിരുന്നു ആ വണ്ടിയിൽ. അവർ ഭയങ്കര ഒച്ചത്തിലാണ് എപ്പോഴും സംസാരിക്കുന്ന ഒരു രീതി അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബസ്സിലെ സീറ്റൊക്കെ കൊഴുകി. അപ്പോൾ ഞാൻ കുറച്ചു നേരം അതിനകത്ത് ഇങ്ങനെ കിടന്ന് അങ്ങനെ എറണാകുളത്ത് ചെയ്യുമ്പോൾ വണ്ടി കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പം ഞാനന്ന് പുറത്തിറങ്ങി കുറച്ച് വെള്ളവും കുറച്ച് പപ്സൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ തൃശ്ശൂർ വന്നിട്ട് നേരെ അടുത്ത ബസ് പിടിച്ച് നേരെ ഊട്ടി ബസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കയറിയില്ല. ഞാൻ നേരെ പാലക്കാടേക്ക് വിട്ടു. തൊട്ടടുത്ത് അടിച്ച് പവറായിട്ട് നമ്മുടെ ചങ്ക് കൂടെ കയറിയിരുന്നു. അങ്ങനെ കുതിരാനോട്ടുള്ള ആ ഒരു തുരങ്കത്തിൽ കൂടെ ഉള്ളൊരു ഫസ്റ്റ് ട്രിപ്പാണ് ഇത് നിർമ്മിച്ചതിന് ശേഷമുള്ളത്.
അപ്പം അത് കഴിഞ്ഞ് കുതിരാനൊക്കെ കഴിഞ്ഞ് കൂടെ ഇരിക്കുന്ന പുള്ളിക്കാരെ തൊട്ടടുത്ത് വേറെ ആളെ ഒരു പരിചയമില്ല. അപ്പൊ അയാള് ബോട്ടിലിരുന്ന് ഇങ്ങനെ കുറച്ച് അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരനെ ഒന്ന് സാധനം ചോദിച്ചു മേടിച്ചിട്ട് ഇദ്ദേഹം മൊത്തത്തിൽ കുടിച്ചു. അപ്പം ഞാൻ പാലക്കാട് എത്തിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. എൻക്വയറി സെക്ഷനിൽ ചോദിച്ചു കോയമ്പത്തൂരേക്ക് വണ്ടി പോയാന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ കോയമ്പത്തൂരേക്കുള്ള വണ്ടി എനിക്ക് കിട്ടി. ഞാൻ നേരെ കോയമ്പത്തൂരേക്ക് വിട്ടു. സത്യം പറഞ്ഞാൽ എല്ലാ സകല കാലത്തും ഞാൻ കയറി ഇറങ്ങിയാണ് ഈ ഒരു യാത്ര. കാരണം ആ റെയിൽവേ സ്റ്റേഷനിൽ ആ ട്രെയിൻ കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഈ സംഭവിച്ചത്. അപ്പൊ ഞാൻ കോയമ്പത്തൂർ ഇറങ്ങി നേരെ ഇനി മേട്ടുപ്പാളയത്തേക്കാണ് പോകുന്നത്. അപ്പൊ അത്യാവശ്യം സൗകര്യമൊക്കെയുള്ള ബസ്സാണ്. കാരണം നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കൈ കാശില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഫോൺ പേയോ ഗൂഗിൾ പേയോ ഒക്കെ വെച്ചിട്ട് ആ ഒരു മിഷനിനകത്തുള്ള സംവിധാനത്തിനകത്തുനിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ നമ്മുടെ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിരുന്നു. പക്ഷെ വിജനമായ ഒരു സ്ഥലം, ഒരു പട്ടികൾ പോലും ഞാനവിടെ കണ്ടില്ല. അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗം എത്തിയിട്ടുണ്ട് മേട്ടുപ്പാളയം. അപ്പോൾ ബാക്കി വീഡിയോ അടുത്ത പാർട്ടിലാണ് കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.